ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത് സാമ്പത്തിക ഞെരുക്കം തന്നെയാണ്. അതിന് പ്രധാന കാരണമായിരിക്കുന്നത് ആദായനികുതി വകുപ്പിന്റെ നടപടികളാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടുമുൻപാണ് കോൺഗ്രസിന്റെയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത്. 3 സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകൾ വൈകിയെന്ന് കാണിച്ചാണ് 7 വർഷത്തിന് ശേഷം ഈ നടപടിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. 2013 മുതൽ 2017 വരെയുള്ള വർഷങ്ങളിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടാണ് ആദായ നികുതി വകുപ്പിൽ നിന്നും ആദ്യമുണ്ടായത്. സാധാരണ ഇത്തരം നടപടികൾക്ക് മുൻപായി നോട്ടീസുകൾ നൽകണമെങ്കിലും കോൺഗ്രസിന്റെ കാര്യത്തിൽ അതുണ്ടായില്ല എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിയമ പോരാട്ടം നടന്നുവരികയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ തുടരട്ടെ എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി കൈക്കൊണ്ടത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് 2017-18 മുതൽ 2020-21 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കം 1700 കോടി രൂപ അടക്കുവാനായി പുതിയ നോട്ടീസ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ 2018-19 വർഷത്തെ നികുതിയായി കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്നും ആദായ നികുതി വകുപ്പ് 135 കോടി രൂപ ഈടാക്കിയിരുന്നു. നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസിന്റെ അഭിഭാഷകനും രാജ്യസഭാ MP-യുമായ വിവേക് തൻഖ പറഞ്ഞു. പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെ തിരഞ്ഞെടുപ്പിന് മുൻപ് വരിഞ്ഞു മുറുക്കാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 1700 കോടി അടക്കുവാനുള്ള നോട്ടീസ് നൽകിയത് കോൺഗ്രസിനെ പാപ്പരാക്കാനുള്ള നീക്കമാണെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി തകർത്ത് ഇല്ലാതാക്കുക എന്ന നരേന്ദ്രമോദിയുടെ ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് നോട്ടീസ്. BJP-യും കണക്കുകൾ സമർപ്പിച്ചിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. എന്നാൽ അവർക്ക് കുഴപ്പമില്ല. ആദായ നികുതി വകുപ്പ് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്നു. തിരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ കോടികൾ സ്വന്തമാക്കിയ BJP-ക്ക് പലിശകളും നിയമങ്ങളും ബാധകമല്ലേ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. 2019-ലെയും 1996-ലെയും കാര്യങ്ങൾ പറഞ്ഞാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത്രയും കോടിക്കണക്കിന് രൂപ അടയ്ക്കാൻ പറയുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ നാളെയും മറ്റന്നാളും രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി.